ഞങ്ങളൊരു 5-6 കൊല്ലം മുന്നേ സ്വപ്നം കണ്ട ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനും നിങ്ങളിപ്പം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്രീം പ്രൊഫഷൻ ഉണ്ടല്ലോ, ഡ്രീം കോളേജ് ഉണ്ടല്ലോ, ആ തമ്മിലുള്ള ഡിഫറൻസ് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 3 മണിക്കൂർ 20 മിനിറ്റും ഈ മെയ് 5-ാം തീയതി നടക്കാൻ പോകുന്ന 3 മണിക്കൂർ 20 മിനിറ്റും നിങ്ങൾക്ക് നന്നായി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും നിങ്ങളിതുവരെ ചെയ്ത കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രോങ് ആക്കിയാൽ മാത്രം മതി. പൃഥ്വിരാജ് കുമാർ എന്ന ആളറിയോ? നമ്മളെല്ലാവരും കുറേ പേര് ഇല്ലുമിനാണ്ടി എന്ന് വിളിക്കും മൂപ്പരെ. ഒരു 20 കൊല്ലത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ എങ്ങനെ ആവണം എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന സമയത്ത് മൂപ്പർ പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ എൻ്റെ 40-ാം വയസ്സിലാണ് എൻ്റെ കരിയറിൽ ഏറ്റവും നല്ല ഫേസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല പടങ്ങൾ മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഡയറക്ടറായിരിക്കും. ഇന്ത്യ ഒന്നാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിന്, ഇപ്പം ആടുജീവിതം എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു, എൻ്റെ സ്വപ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും പേടിയാണെന്ത് സ്വപ്നങ്ങൾ വിളിച്ച് പറയാൻ. അത് അച്ചീവ് ആവോ, ഞാൻ ഒരു ഇൻഫീരിയർ ആയി പോവോ അല്ലെങ്കിൽ കോംപ്ലക്സ് വരുമോ എന്നാ ഒരു പേടിയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും എന്താണ് അത് വിളിച്ച് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം അതേപോലെ പൃഥ്വിരാജ് ചെയ്തത്ര മാത്രമേ ഉള്ളൂ, സ്വപ്നങ്ങൾ പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ ഞാനാവണം. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? സോ ഓൾ ദ ബെസ്റ്റ്.